തിരുവല്ലത്തെ ഷഹാനയുടെ ആത്മഹത്യയിൽ ഇന്ന് പിടികൂടിയ ഭർത്താവിനെയും ഭർത്തൃ മാതാവിനെയും ഇപ്പോൾ സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. കഴിഞ്ഞ ഒരു മാസമായി ഷഹാനയുടെ ആത്മഹത്യയ്ക്ക് ശേഷം കഴിഞ്ഞ ഒരു മാസമായി ഭർത്താവും ഭർത്തൃ മാതാവും ഒളിവിലായിരുന്നു. ഇന്നാണ് ഇരുവരും പോലീസിന്റെ പിടിയിലാകുന്നത്. കാട്ടാക്കടയിൽ നിന്നാണ് ഇരുവരെയും പോലീസ് പിടികൂടിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. മുഹമ്മദ് ആഷിഖ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. ആഷിഖ്, ഈ രണ്ട് പ്രതികളെയും ഇപ്പോൾ സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുകയാണല്ലോ. തുടർ നടപടിക്രമങ്ങൾ എന്തൊക്കെയായിരിക്കും? അല്പനേരം മുമ്പാണ് ഷഹാനയുടെ കേസിൽ പ്രതികളായിട്ടുള്ള ഭർത്താവ് നൗഫലിനെയും ഭർത്തൃമാതാവിനെയും പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചത്. കാട്ടാക്കടയിൽ നിന്ന് പിടികൂടിയതിനു ശേഷം തിരുവല്ലത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയായിരുന്നു. കൊണ്ടുവരുന്ന വഴിക്ക് പ്രതി നൗഫലിനെ ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് കാട്ടാക്കട നിംസ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരുന്നു. അതിനുശേഷം തിരുവല്ലത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയായിരുന്നു. ഷഹാനയുടെ ഭർത്താവിനും ഭർത്തൃമാതാവിനും ഒപ്പം ഷഹാനയുടെ ഭർത്താവിന്റെ പിതാവും സഹോദരനും ഈ സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു. 4 പേരെയും ഒരുമിച്ചാണ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്ന വഴിക്ക് പ്രതിഷേധവുമായി ഷഹാനയുടെ കുടുംബം പ്രതികളെ കൊണ്ടുവന്ന വാഹനം വളയുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. സംഘർഷ സമാനമായ സാഹചര്യം പോലീസ് സ്റ്റേഷന് മുൻപിലുണ്ടായി. ഇപ്പോൾ പോലീസ് റിമാൻഡ് നടപടികളും മറ്റും ആരംഭിക്കുവാനുള്ള ഒരുക്കത്തിലാണ്. പോലീസ് സ്റ്റേഷനിൽ ആണ് ഈ 2 പ്രതികളെയും എത്തിച്ചിട്ടുള്ളത്. പ്രതികൾക്കൊപ്പം 2 പേർ കൂടിയുണ്ട്. ഒരു മാസം ഒളിവിലായിരുന്നു ഇരുവരും എന്നാണ് പോലീസ് പറയുന്നത്. ഷഹാനയുടെ ആത്മഹത്യ നടന്ന ഡിസംബർ 24-ന് ഒളിവിൽ പോയ ഇരുവരും സംസ്ഥാനത്തിന് പുറത്തേക്ക് ആദ്യത്തെ ഒരു ഘട്ടത്തിൽ നൗഫലിന്റെ സഹോദര ഭാര്യയുടെ വീട്ടിലായിരുന്നു ആദ്യഘട്ടത്തിൽ ഒളിവിൽ കഴിഞ്ഞത്. തുടർന്ന് പോലീസിൽ നിന്ന് തന്നെ ലഭിച്ച വിവരത്തെ തുടർന്ന് ഇരുവരും സംസ്ഥാനത്തിന് പുറത്തേക്ക് രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് ഈ വിവരം നൽകിയ പോലീസുകാരനെതിരെ നടപടിയെടുക്കുന്നതടക്കമുള്ള നടപടികൾ ഉണ്ടായിരുന്നു. പിന്നീട് സംസ്ഥാനത്തിന് പുറത്ത് ഒളിവിൽ പോയി എന്ന് പോലീസിന് വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് പ്രത്യേക സംഘം രൂപീകരിച്ച് സംസ്ഥാനത്തിന് പുറത്ത് വലിയ അന്വേഷണം നടത്തി. പല ഘട്ടങ്ങളിലും തൊട്ടടുത്ത് പിടികൂടാനെന്ന തൊട്ടടുത്ത് എത്തിയിട്ടും നഷ്ടപ്പെട്ടു പോവുകയായിരുന്നു എന്നാണ് അന്വേഷണ സംഘം അടക്കം പറയുന്നത്. ഉത്തരേന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ ബാംഗ്ലൂരു, ഹൈദരാബാദ്, ദിണ്ടിഗൽ അടക്കമുള്ള വിവിധ നഗരങ്ങളിൽ സഞ്ചരിച്ച് ഒളിവിൽ പാർക്കുകയായിരുന്നു. അതിനിടയ്ക്ക് മുൻകൂർ ജാമ്യത്തിനായി അപേക്ഷകൾ സമർപ്പിക്കുകയുണ്ടായി. 2 വട്ടം കോടതി ജാമ്യാപേക്ഷ തള്ളുന്ന സാഹചര്യമുണ്ടായി. 3-ാം വട്ടം കോടതിയിൽ ജാമ്യഹർജി പരിഗണിക്കാതിരിക്കെ ഈ 25-ന് ജാമ്യഹർജി പരിഗണിക്കാനിരിക്കെ കോടതിയിൽ ഹാജരാകാനാണ് ഇരുവരും കേരളത്തിലേക്ക് മടങ്ങിയെത്തിയത്. ആ സമയത്താണ് കാട്ടാക്കടയിൽ വെച്ച് ഈ 4-അംഗ സംഘത്തെ പോലീസ് പിടികൂടുന്നത്. പ്രതികൾക്ക് നേരെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നുവെന്ന് ആഷിഖ് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഷഹാനയുടെ കുടുംബം പോലീസ് സ്റ്റേഷന് മുന്നിലുണ്ടോ? ഇപ്പോഴും ഷഹാനയുടെ കുടുംബം പോലീസ് സ്റ്റേഷന് മുമ്പിലുണ്ട്. കടുത്ത പ്രതിഷേധമാണ്. ഇവരെ അറസ്റ്റ് ചെയ്തുവെന്ന് വിവരം അറിഞ്ഞ ഉടനെ ഷഹാനയുടെ കുടുംബം പോലീസ് സ്റ്റേഷന് മുമ്പിൽ തമ്പടിച്ചിരിക്കുകയായിരുന്നു. പ്രതികളെയും കൊണ്ട് വാഹനം എത്തിച്ചപ്പോൾ വാഹനം വളയുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. സംഘർഷ സമാനമായ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായി. ഇപ്പോഴും ഷഹാനയുടെ കുടുംബം പോലീസ് സ്റ്റേഷന് മുമ്പിൽ തുടരുകയാണ്. ശരി. തിരുവല്ലത്തെ ഷഹാനയുടെ ആത്മഹത്യയിൽ പ്രതികളായ ഭർത്താവ് നൗഫലിനെയും ഭർത്തൃമാതാവിനെയും തിരുവല്ലം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുകയാണ്. ഒരു മാസത്തെ ഒളിവ് ജീവിതത്തിന് ശേഷമാണ് ഇന്ന് കാട്ടാക്കടയിൽ നിന്ന് പ്രതികളെ ഇരുവരെയും പോലീസ് പിടികൂടിയത്. വിവരങ്ങളാണ് മുഹമ്മദ് ആഷിഖ് നൽകിയത്.